സാക്ഷാൽ മഹാദേവൻ ലോക മാതാവായ മാതാ പാർവതി ദേവിയുടെ മുൻപിൽ വെച്ച് ഒരു യുവതിയെ മാതേ എന്ന് വിളിച്ച് സ്വീകരിച്ച കഥ. എന്തിനാണ് മഹാദേവൻ ആ യുവതിയെ അങ്ങനെ വിളിച്ചത്? സ്വന്തം ശരീരം പോലും വേണ്ടെന്ന് വെച്ച് ഭക്തിയുടെ പാരമ്യത്തിലെത്തിയ ആ മഹതി ആരായിരുന്നു? അത്ഭുതങ്ങളും അടങ്ങാത്ത ഭക്തിയും നിറഞ്ഞ ആ കഥ. പണ്ട് തമിഴ്നാട്ടിലെ കടലോര പട്ടണമായ കാരയ്ക്കലിൽ പുനിതവതി എന്ന് പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. പേര് പോലെ തന്നെ അതിയായ ഭക്തിയും പരിശുദ്ധിയും ഉള്ളവളായിരുന്നു അവൾ. വളർന്നപ്പോൾ പരമദത്തൻ എന്ന ധനികനായ വ്യാപാരി അവളെ വിവാഹം കഴിച്ചു. അവർ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ഒരിക്കൽ പരമദത്തൻ തന്റെ വിപണിയിൽ ഇരിക്കുമ്പോൾ ഒരാൾ നല്ല 2 നാട്ടുമാമ്പഴങ്ങൾ അദ്ദേഹത്തിന് സമ്മാനമായി നൽകി. അദ്ദേഹം അത് വീട്ടിലേക്ക് കൊടുത്തുവിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോൾ വിശന്നു വലഞ്ഞ ഒരു ശിവഭക്തൻ പുനിതവതിയുടെ വീട്ടുമുറ്റത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, മാതേ, വിശക്കുന്നുണ്ട്, അല്പം ആഹാരം തരുമോ? എന്നാൽ ആ വീട്ടിൽ ആഹാരം തയ്യാറായിരുന്നില്ല. ഭക്തന്റെ വിശപ്പ് മാറ്റാൻ ഉടൻ മറ്റൊന്നും ഇല്ലാത്തതിനാൽ ഭർത്താവ് കൊടുത്തുവിട്ട ആ 2 മാമ്പഴങ്ങളിലൊന്ന് അവർ സ്നേഹത്തോടെ അദ്ദേഹത്തിന് നൽകി. ആ ഭക്തൻ അത് കഴിച്ച് സംപ്രീതനായി മടങ്ങുകയും ചെയ്തു. ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായി പരമദത്തൻ വീട്ടിലെത്തി. പുനിതവതി ഇലയിട്ട് ആഹാരം വിളമ്പി. ബാക്കിയുണ്ടായിരുന്ന ഒരു മാമ്പഴവും നൽകി. അതിന്റെ രുചി ഇഷ്ടപ്പെട്ട പരമദത്തൻ 2ാമത്തെ മാമ്പഴം കൂടി ചോദിച്ചു. പുനിതവതി വല്ലാതെ പേടിച്ചുപോയി. സത്യം പറഞ്ഞാൽ ഭർത്താവ് ദേഷ്യപ്പെടുമോ എന്ന് അവർ ഭയന്നു. അടുക്കളയിലേക്ക് പോയി അവർ കണ്ണുകൾ അടച്ച് തന്റെ ഇഷ്ടദൈവമായ മഹാദേവനെ പ്രാർത്ഥിച്ചു. ഭഗവാനെ, അടിയനെ സഹായിക്കണേ, എന്റെ ഭർത്താവിന് നൽകാൻ എനിക്ക് ആ മാമ്പഴം തിരികെ നൽകണമേ. പെട്ടെന്ന് പുനിതവതിയുടെ കൈകളിൽ ഒരു മാമ്പഴം പ്രത്യക്ഷപ്പെട്ടു. സന്തോഷത്തോടെ അവർ അത് ഭർത്താവിന് നൽകി. പക്ഷേ ആ മാമ്പഴം കഴിച്ച പരമദത്തൻ അത്ഭുതപ്പെട്ടുപോയി. അതിന് ഭൂമിയിലുള്ള ഒരു പഴത്തിനും ഇല്ലാത്ത ദിവ്യമായ രുചിയായിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഇത് എവിടുന്ന് കിട്ടി? ആദ്യത്തെ പഴത്തേക്കാൾ എത്രയോ മടങ്ങ് രുചിയുണ്ടല്ലോ ഇതിന്. പുനിതവതി സത്യം വെളിപ്പെടുത്തി. ഭഗവാൻ തനിക്ക് നൽകിയതാണെന്ന് കേട്ടപ്പോൾ പരമദത്തിന് വിശ്വസിക്കാനായില്ല. എങ്കിൽ മറ്റൊന്നുകൂടി ഭഗവാനോട് ചോദിക്കൂ, എനിക്ക് കാണണം എന്ന് അദ്ദേഹം വെല്ലുവിളിച്ചു. പുനിതവതി വീണ്ടും പ്രാർത്ഥിച്ചു. വീണ്ടും ഒരു മാമ്പഴം കയ്യിൽ വന്നു. പക്ഷേ പരമദത്തൻ അത് തൊട്ടതും ആ മാമ്പഴം അപ്രത്യക്ഷമായി. തന്റെ ഭാര്യ വെറും ഒരു സ്ത്രീയല്ലെന്നും ദൈവതുല്യയായ ഒരാളാണെന്നും പരമദത്തൻ അപ്പോൾ തിരിച്ചറിഞ്ഞു. ഒരു ദൈവത്തോടൊപ്പം ജീവിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് കരുതി അദ്ദേഹം അവരെ ഉപേക്ഷിച്ച് മറ്റൊരു നാട്ടിൽ പോയി താമസം തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം പുനിതവതി അദ്ദേഹത്തെ കാണാൻ പോയെങ്കിലും അദ്ദേഹം അവരെ വണങ്ങിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളൊരു സാധാരണ സ്ത്രീയല്ല, പൂജിക്കപ്പെടേണ്ടവളാണ്. തന്റെ ഭാര്യ എന്ന നിലയിലുള്ള ജീവിതം അവസാനിച്ചുവെന്ന് പുനിതവതി മനസ്സിലാക്കി. തുടർന്ന് അവർ മനസ്സിൽ മഹാദേവനോട് പ്രാർത്ഥിച്ചു, ഭഗവാനെ, എനിക്കിനി എന്റെ ഈ സൗന്ദര്യവും എന്റെ ഈ ശരീരവും ആവശ്യമില്ല. അങ്ങയെ ആരാധിക്കാൻ മാത്രം കഴിയുന്ന ഒരു അസ്ഥികൂടത്തിന്റെ രൂപം, അങ്ങയുടെ ഒരു ഭൂതഗണത്തിന്റെ രൂപം എനിക്ക് നൽകിയാലും. നിമിഷ നേരം കൊണ്ട് പുനിതവതിയുടെ സുന്ദരമായ രൂപം മാറി. അവർ വയോധികയായ മെലിഞ്ഞുണങ്ങിയ ഒരു ഭക്തയായി മാറി. ആ രൂപത്തിൽ അവർ കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു. ഭഗവാൻ ഇരിക്കുന്ന മണ്ണിൽ കാലുകുത്തുന്നത് പാപമാണെന്ന് കരുതി അവർ തലകീഴായി കൈകൾ കുത്തിയാണ് മല കയറിയത്. അവരുടെ അപാരമായ ഭക്തി കണ്ട് മാതാ പാർവതി പോലും അത്ഭുതപ്പെട്ടു. മഹാദേവൻ അവരെ മാതേ എന്ന് വിളിച്ച് സ്വീകരിച്ചു. ലോകമാതാവായ മാതാ പാർവതിയുടെ മുൻപിൽ വെച്ച് മഹാദേവൻ തന്നെ അവരെ മാതേ എന്ന് വിളിച്ചതിലൂടെ ആ യുവതി പിന്നീട് കാരയ്ക്കൽ അമ്മയാറായി മാറി. കാരയ്ക്കൽ അമ്മയാറിന്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം കാരയ്ക്കൽ അമ്മയാർ, ഹർ ഹർ മഹാദേവ്.